എന്തായിരുന്നാലും ഇവനൊരു ഡോസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. നന്ദി. നമ്മുടെ ഓൺലൈൻ ഉസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ടീച്ചറെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ടീച്ചറെ, മുമ്പൊരിക്കൽ മദ്രസയുടെ മഹത്വം, അവിടെ പഠിപ്പിക്കുന്ന കാര്യം, അതുവഴി കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടം, മദ്രസയുടെ മഹാത്മ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ അന്ന് എന്നോട് പുച്ഛ മനോഭാവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഒന്നിങ്ങനായിരുന്നു, ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നതിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്ത് ഉസ്താദ് ഒരുത്തനും ഉമ്മുമ്മാനെയും സ്വന്തം കൂടപ്പിറപ്പിനെയും കാമുകയും കൊന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കി ജയിലായത് ഉസ്താദേ. തിരുവനന്തപുരത്ത് അഫാന്റെ കാര്യം പറഞ്ഞത്. അഫാൻ സ്വന്തം കൂടപ്പിറപ്പിനെയും ഉമ്മാമാനെയും കാമുകിയൊക്കെ കൊന്നത് ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യത്തെ ഉത്സാരം. എങ്കിൽ ടീച്ചർ ഉറക്കത്തിൽ നിന്നില്ല. എണീറ്റെങ്കിൽ വേഗം പല്ല് വെച്ചിട്ട് ഈ വാർത്ത കൊണ്ടുപോയി. കണ്ണൂരിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ മകൻ കഴുത്തറുത്ത് കൊന്നു, സ്റ്റേഷനിലെത്തി കീഴടങ്ങി 25-കാരൻ. മഹിളാ മോർച്ചയുടെ നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഏതായിരുന്നാലും അവരുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവും? മദ്രസയിൽ എന്തായാലും പോയിട്ടില്ല, പിന്നെ എവിടെ പോയിട്ടുണ്ടാകുക? ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഒരിക്കലും ഒരു വിദ്യാലയങ്ങളിലും ശാഖയാകട്ടെ എവിടെയും അമ്മേനെ കൊല്ലാനോ കള്ളു കുടിക്കാനോ പെണ്ണ് പിടിക്കാനോ പീഡിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതങ്ങനെ തന്നെ, എന്റെ നിലപാട് അങ്ങനെ തന്നെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ടീച്ചറിന്റെ അതേ മനോവൈകല്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം? ഇത് ശാഖയെന്ന് പഠിപ്പിച്ചു വിടുന്നതെന്ന് പറയണ്ടേ? ടീച്ചർ അങ്ങനെ പറയണ്ടേ? അത് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചറിന്റെ വിഭ്രാന്തി എനിക്ക് ഇതുവരെ ആയിട്ടില്ല, ഇപ്പൊ നോർമലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഹായ്, നമസ്കാരം. ഇതെന്തേ സുഖം എല്ലാവർക്കും? തന്നെയല്ലേ? ഇപ്പൊ കേട്ടത് നമ്മളെ അൻസാരി സൂരി ഉസ്താദിന്റെ വോയിസ് ആണ്. അത് കേട്ടപ്പോക്കിന് കാമിത ടീച്ചർക്ക് ഉള്ളിന്റെ ഉള്ളിന്ന് ഒരു ഹാലളകി. അത് ഉള്ളിന്റെ ഉള്ളിന്ന് വന്നതല്ല, ഒരു മറ്റുള്ളവരെ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിന്റെ ഉള്ളിന്ന് അങ്ങോട്ട് കയറി വന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ളിന്ന് കയറി വന്നെങ്കിൽ മാത്രമേ സംഘികളുടെ തീട്ടം നക്കിയിട്ട് ഇവൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവരിൽ നിന്ന് കിട്ടുന്ന അന്നം നക്കിയിട്ട് എന്ന് പറയാൻ പറ്റൂല, അവരിൽ നിന്ന് കിട്ടുന്ന മലം നക്കിയിട്ട് ഇവൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാമിതയുടെ അവസ്ഥ ഉള്ളത്. ഇനി ഞാൻ പറയാൻ പോണത് കാമിതയുടെ വീഡിയോ സ്ഥിരമായിട്ട് വീക്ഷിക്കുന്ന സംഘികളോടാണ്. സംഘികളോട് മാത്രമല്ല, സംഘികളെക്കായും വലിയ സംഘികളായിട്ട് നമ്മുടെ നാട്ടിൽ വലസിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഞാൻ ഇതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സാബിറാന്റെ വീഡിയോ. സാബിറാക്ക് ജാമിദ എന്ന് പറഞ്ഞ ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നടക്കുന്നവളാണ് ഈ സാബിറ എന്ന് പറയുന്നത്. ഈ കാമിതയുടെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഖുർആന്, ഹദീസ്, അതുപോലെ മതനിയമങ്ങള് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ബോധവാനായിരിക്കും. ഇതില് സംഘിസം എടുത്ത ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് എന്താണ് പറയുന്നത്, ആരാണ് പറയുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊന്നും അവർ വീക്ഷിക്കേ, അവർക്ക് നോക്കേ, അവർക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേ, അവർ പഠിക്കാനോ അവർ തയ്യാറാവില്ല. ഇതുപോലെയുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഇന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ കാമിതനെ പോലെയുള്ള ആളുകളെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയണേ, അസ്സബ്ർ നിസ്ഫുൽ ഈമാൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ഷമ ഈമാന്റെ പകുതിയാണ് എന്നുള്ളത്. ഇതിന് ഈ കാമിതനോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് കാമിത ഇതേപോലെ ഖുർആനിന്റെ ഒരു വാക്കെടുത്തുകൊണ്ട് അവൾക്ക് വേണ്ട ഒരു അർത്ഥമായിരിക്കും അവൾ വെക്കുക. അവൾ ആ ഖുർആനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് ഖുർആന്റെ ഒരായത്ത്, ഏതായത്ത് എന്തായത്തൊന്നുമില്ല, ഒരായത്ത് എടുത്തങ്ങോട്ട് ഓതും, എടുത്തങ്ങോട്ട് പറയും. എന്നിട്ട് ആ ആയത്തിന്റെ എടുത്തിട്ട് സൂറ 20 അധ്യായം 23 അങ്ങോട്ട് പറയും. ഈ സംഘി തീട്ടങ്ങൾക്ക് ഇത് എവിടുന്ന് വന്നതാണ്, ഏതാണ് സൂറത്ത്, എന്താണ് സൂറത്ത്, അവരിതൊന്നും മനസ്സിലാക്കൂല. അവര് സൂറ 20 ആയത്ത് 31 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവളെ ഒരു ആയത്തായിട്ട് ഓതും. ആ ആയത്തായിട്ട് ഓതുമ്പോ അതിന്റെ അർത്ഥം ഇന്നതാണെന്നൊന്നുമില്ല. അവളെ എന്ത് വീഡിയോ ആണോ ചെയ്യണമെന്നുള്ളത് അതുമക്ക് മാച്ച് ആക്കിക്കൊണ്ട് ഈ ആയത്തിനായിട്ട് കയറ്റി വെച്ചുകൊടുക്കും. അപ്പൊ ഈ സംഖ്യകളെ വിചാരം ഇവൾക്ക് ഭയങ്കര വിവരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാല് ഇവള് മുന്നേ ടീച്ചർ ആയിരുന്നു എന്ന് പറയുന്നത്, അത് എന്തിലെ ടീച്ചറാണെന്നൊന്നും അറിയില്ല. ഇവളുടെ ലുക്കും മട്ടും ഭാവം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവള് ഊക്കുബിരുദെടുത്ത് വന്ന ടീച്ചർ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ പൈത മക്കൾക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കാനുള്ള അതിനുള്ള ഒരു മെന്റാലിറ്റി ഉള്ളതല്ല. അതിപ്പോ ഇവരെ കൂട്ടത്തിൽപ്പെട്ട് ഇതിന്റെ ശബ്ദം ഉയർത്തിയിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ശശികലയുടെയും ഇതേ അവസ്ഥ തന്നെയാണ്. അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവളുടെ വീഡിയോസ് വെറും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാമിനെ തരം താത്തിക്കൊണ്ടും മാത്രം സംസാരിക്കുന്നു. ഇവള് സംസാരിച്ചു എഴുതിയിട്ട് ഇസ്ലാമിന് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നല്ല രീതിക്ക് പോകുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെറുതെ ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ട് എടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവളെ ശരിക്ക് വേശ്യ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഒന്നും അറിയാത്ത ആളുകളെ, അതായത് കൂടുതൽ ചിന്താശക്തിയോ ചിന്തിക്കലോ കാര്യങ്ങളോ ഇല്ലാത്ത കുറച്ച് സംഖ്യകളുടെ
ഇടയ്ക്ക് ഇതങ്ങോട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഞാൻ അറിയുന്ന ഒരു സംഖ്യ ഉണ്ട്, ഞാൻ അറിയുന്ന എന്റെ കൂടെ നിന്നിട്ട് എന്റെ ഒപ്പം നിന്നിട്ടുള്ള അവന് ചിലപ്പോൾ എന്റെ വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടാവും. പിന്നെ ജാമിദയുടെ ഫോട്ടോ ഞാനിപ്പോ തമ്പനയിൽ വെച്ച് കഴിഞ്ഞാൽ ഓനയിൽ വന്ന് നോക്കും എന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓന്റെ വിചാരം ഓൻ സംഖ്യയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് ഓനോട് വന്നിട്ട് സംസാരിക്കല്. അവന്റെയൊക്കെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയോ? കാമിത ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് അവരെ സംഗീതത്തിൻ്റെതായിട്ട് കുറെ ഗ്രൂപ്പുകൾ ഉണ്ട് അവർക്ക്. അവരായിട്ട് തന്നെ അവരുണ്ടാക്കിയ കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ട്. അതായത് ഇവളുടെ വീഡിയോ കുറച്ച് ഉയരത്തേക്ക് എത്തണം, ഉയരത്തേക്ക് എത്തിയാലാണ് അത് ഇവരെ ആളുകളിൽ അങ്ങോട്ട് ഓടണം. ഇത് ഓടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ഗ്രൂപ്പിൽ ആദ്യം ഇടണം. അപ്പൊ ഈ ഗ്രൂപ്പിൽ മൊത്തം ഇവനൊക്കെയാണ് അതിന്റെ മെയിൻ പ്രചാരകനായിട്ടുള്ളത്. ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആളുകള്, അതായത് ഖുർആനെ കുറിച്ചിട്ടോ ഹദീസിനെ കുറിച്ചിട്ടോ ഇസ്ലാമിന്റെ മതവിധികളെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത ആളുകളെ അടുത്തേക്ക് ഇവള് ഇതുപോലുള്ള മതനിയമങ്ങളെ കുറിച്ചിട്ട് ഇവള് മുന്നേ ഇസ്ലാം ആയിരുന്നു, പിന്നെ മുസ്ലിം ആയിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവള് എന്ത് ചെയ്യാണ്? ഇവള് കുറച്ച് വീഡിയോസുകൾ പറഞ്ഞു കഴിഞ്ഞ് ഇട്ടിട്ട് അതിൽ കുറച്ച് ഖുർആനും ഹദീസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാല് സംഖ്യകളുടെ ഇടയിൽ വിശ്വാസം വരും. അന്നെ എപ്പോഴും ഞങ്ങളൊരു വേഷമായിട്ട് എന്നോട് ഞങ്ങൾ കാണുക കേട്ടോ ജാമിദ. അത്ര മതി ജനക്കതിനുള്ള അതിനുള്ള തന്നെ യോഗ്യത തന്നെ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇജ്ജ് എത്തിയിട്ടില്ല, ആവൂല്ല, അന്നെ കൊണ്ട് അതിന് കഴിയില്ല. അന്നെ എത്രത്തോളം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് അവിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ ഇജ്ജ് കൂടുതൽ വല്ലാതെ ഇങ്ങനെ ഇതായിട്ട് ഉസ്താദുമാരെ കുറിച്ചിട്ട് കൂടുതൽ കുറച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് വിവേഴ്സ് കിട്ടും. ഉസ്താദുമാരെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അനക്ക് കുറച്ച് വിവേഴ്സ് കിട്ടുന്ന കണക്ക് വല്ല തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ സംഖ്യകൾക്ക് മാത്രമേ ആ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. ഈ പറയുന്നത് സത്യമാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ തോന്നുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും തോന്നൂല. നിനക്കൊക്കെ അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അനക്ക് ഇത്ര ദേഷ്യം വരുന്നത് എന്താ വെച്ചാൽ നിന്നോട് നിന്റെ സംഖ്യകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചെയ്തത് കൊണ്ടൊന്നും അൻസാരി സുഹരി ഉസ്താദ് ഈ കട്ടം പടം മടക്കി പോകൂല കേട്ടോ. ഇത് വിചാരിച്ച ആളല്ല, അത് വേറെയാണ്, ജനം വേറെയാണ്. അതായത് അത് പഠിച്ച മുതലാണ്, അന്നെ പോലെ കേട്ട് പഠിച്ചതല്ല, അത് വായിച്ച് പഠിച്ചിട്ട് എല്ലാ വിഷയത്തെ കുറിച്ചിട്ടും വെറും ഖുർആൻ മാത്രം എടുത്ത് പഠിച്ച വ്യക്തിയല്ല അത്. അദ്ദേഹം രാമായണത്തെ കുറിച്ചിട്ടും ബൈബിളിനെ കുറിച്ചിട്ടും എല്ലാ അറിവുകളെ കുറിച്ചിട്ടും പഠിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവര് പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ അനക്കൊക്കെ നല്ല പൊള്ളൽ പൊള്ളുന്നുണ്ട് അല്ലെ? അനക്ക് പൊള്ളൂല, ഇത് കൃത്രിമ പൊള്ളലാണ് അനക്ക് പൊള്ളുള്ളൂ. അന്റെ കൂടെ നിൽക്കുന്ന അവരെ മല ഇജും തിന്നു, അന്റെ മല അവരും തിന്നിട്ട് നടക്കുന്നവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയെന്ന് വരും. ഇത് കുറെ കാലം ഉണ്ടാക്കാൻ നോക്കിയാലോ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ, ഇറങ്ങി ശ്രമിച്ചു നോക്കിയാലോ, എന്തായി അത്? എങ്ങോട്ട് എത്തിയില്ല. വന്നവരൊക്കെ കൂത്തിലടിച്ചിട്ട് പോയി എന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇനി കുറ്റം പറയാൻ എഴുതിയിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് നിരന്തരം അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചിട്ടും അവിടെ അങ്ങോട്ട് ചാടി ഇവിടെ ഇങ്ങോട്ട് ചാടി പല വിഷയങ്ങളെ കുറിച്ചിട്ടും കീറി മുറിച്ച് പറഞ്ഞു നോക്കുന്നുണ്ട്. എവിടെ എത്തുന്നില്ല, പിന്നെയും താഴത്തേക്ക് തന്നെ വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വിവേഴ്സ് താഴോട്ട് വരികയാണ്. അപ്പൊ എന്ത് ചെയ്ത് ഈ അൻസാരി സുഹരി ഉസ്താദിന്റെ വീഡിയോ വെറും മുസ്ലിമായ വ്യക്തികൾ മാത്രമല്ല കാണുന്നത്, അമുസ്ലിമായ വ്യക്തികൾ ഒരുപാട് ആളുകൾ അതിൽ ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പുള്ളിക്ക് ഒരുപാട് ആളുകൾ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ സംയമനം പാലിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത് പോലെ തെറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. ആളെ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? വിദ്യാഭ്യാസത്തിന്റെ പവറാണത്. വിദ്യാഭ്യാസം മീൻസ് ഞങ്ങൾക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച് തരുന്നുണ്ട്. മതപഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് 5 വയസ്സിലാണ്. 5 വയസ്സിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അലിഫ്, പിന്നെ ബാ, പിന്നെ താ, സാ, ജീം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ ഈ പഠിക്കുന്നത് പോലെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് അദബുൻ, എന്നുള്ളതിന് അദബുൻ ആണ് നമുക്ക് കിട്ടുന്നത്. ആ അദബുൻ വെച്ചിട്ടാണ് ഒരു മുസ്ലിമായ വ്യക്തി അവന്റെ ജീവിതത്തിൽ അവൻ കൃത്യനിഷ്ഠ പാലിക്കുന്നത്. അദബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കം എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ടാണ് അവന്റെ ജീവിതം കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അണക്കൊക്കെ കുരു പൊട്ടും. അത് നോക്കണ്ട, പൊട്ടണ പോലെ ഇത് പൊട്ടി അങ്ങോട്ട് ഒരിക്കേണ്ടാവുള്ളൂ. ഇതൊന്ന് വിചാരിച്ചു എഴുതിയിട്ട് ഇസ്ലാമിന് ഒന്നും ഒരു ചുക്ക് സംഭവിക്കൂല. ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിൽ അല്ലാത്തവര് ഇതെന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നിനക്കും നിന്റെ സംഖ്യകൾക്കും മാത്രമേ ഉള്ളൂ ഗൂഗിളിൽ നോക്കാൻ ഈ പറയുന്ന ആയത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഓക്കെ ആണെന്ന് കരുതിയിട്ട് അവർക്ക് നിൽക്കാനും നിനക്കും നിന്റെ മോണമില്ലാത്തവർക്കും മാത്രമേ പറ്റുള്ളൂ. അത്യാവശ്യം കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള മുസ്ലിമായ വ്യക്തികൾ തന്നെ ഉണ്ട്. അവര് നിരന്തരം ഇതിനെ കുറിച്ചിട്ട് ഇത് എന്താണ് ഇവരിങ്ങനെ പറയാൻ എന്താണ് കാരണം അതിനെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ട് അവർ വരുന്നുണ്ട്. മുസ്ലിമായ വ്യക്തികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്റെ ഫ്രണ്ട്സുകൾ. ഞാൻ ദുബൈയിൽ നിന്ന് ഒമാനിൽ നിന്നിരുന്ന ആളാണ്. അപ്പൊ എന്റെ കൂടെ റൂമിൽ നമ്മളെ റൂംമേറ്റ് ആയിട്ട് നിന്നിരുന്ന ആളുകളുണ്ട്. അവരൊന്നും സംഘികളല്ല, അവരൊക്കെ ഹിന്ദുക്കളാണ്, നല്ല നല്ല ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു എന്റെ കൂടെ, മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് അവിടെയൊക്കെ മെസ്സ് 10 ആള് 15 ആള് കൂടിയിട്ടാണ് നമ്മൾ ഒന്നിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക. അവിടെ നിന്നെ പോലെ വിഷമുള്ള ജന്തുക്കളെന്ന് നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇജ്ജ് വിചാരിച്ചു എന്ന് കരുതിയിട്ട് ഇസ്ലാമിനോട് ചുക്ക് സംഭവിക്കൂലട്ട കാമിത. പിന്നെ സാബിറുണ്ട് ഈ ഇതിനെ പിടിച്ചിട്ട് പൊക്കിക്കൊണ്ട് നടക്കും.
ഇവള് പറയുന്ന ആയത്തും ഹദീസും സത്യമാണെന്ന് കരുതിയിട്ടാണ് സാബിറ ഈ പിന്നാലെ നടക്കുന്നത്. ഈ അണക്ക് മാനസികാണ്. അപ്പോ ഈ കാമിത കൊടുന്നിടുന്ന വീഡിയോസുകള്, കാമിതാന്റെ വീഡിയോസുകൾ കാണുന്ന മുസ്ലിമായ വ്യക്തികളും അമുസ്ലിമായ വ്യക്തികളും എന്ത് ചെയ്യുക, ഇവള് പറയുന്ന ആയത്തുകൾ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ മീനിങ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പൊ അറിയാൻ പറ്റും ഇതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവള് പറയുന്നുണ്ടല്ലോ സൂറ 22 ആയത്ത് 34 എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന സംഭവങ്ങളാണ് ഗൂഗിളിലുള്ളത്. അപ്പൊ ഇവളെ പോലെയുള്ള വിഡ്ഢികളെ ഇതിലൊന്നും പോയിട്ട് ചാടാതിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇതുപോലെയുള്ള വിഡ്ഢികളെ എടുത്തുനിന്ന് കഴിയുന്നതും ഒഴിവായി നിൽക്കുക. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഏവർക്കും ഗുഡ് ബൈ.